ഈ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായ ഇതിനെ കടുംപെട്ട് നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കം വന്നപ്പോൾ ഇടതുപക്ഷ എംപിമാരാണ് അതിനെ പ്രതിഷേധിക്കുന്നത്. അതിനെതിരെ പാർലമെന്റിന് പുറത്തും അകത്തും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടും പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടും പ്രതിഷേധിക്കുന്നത് ഇടതുപക്ഷ എംപിമാരാണ്. ഇന്നലെ ശബരിമല വിഷയത്തിൽ അവിടെ പോയി കൊട്ടിപ്പാടി സേവ നടത്തുകയും പാട്ടുപാടുകയും ചെയ്ത ഒരൊറ്റ കോൺഗ്രസ് എംപിമാരെ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ടോ? ശശി തരൂര് ഇതിന്റെ പല ഭാഗങ്ങളെയും ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന അവന്റെ അടിസ്ഥാന ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ കേരളത്തിൽ നിന്ന് അടക്കം ജയിച്ചു പോയ 18 UDF എംപിമാർ എവിടെ നിൽക്കുന്നു എന്നതിന്റെ മറ്റൊരു നേർക്കാഴ്ച കൂടിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇന്നലെ CBI ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ പ്രഹസനമെല്ലാം അവിടെ പാട്ടുപാടിക്കൊണ്ട് നടത്തിയത്. എന്തേ ഇന്ന് നാവ് പൊങ്ങാത്തത്? കേന്ദ്ര സർക്കാരിനെതിരെ പാട്ടുപാടാൻ എന്താ ഇവർക്ക് ആർജവമില്ലാത്തത്? എന്താ എണീറ്റ് ഇത് പറയാൻ കഴിയാത്തത്? ശശി തരൂർ അവിടെ അനുകൂലിച്ച് പാട്ട് പാടുന്നുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ വരുമ്പോൾ, അവന്റെ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടത് എംപിമാരുണ്ടാകും. എണ്ണത്തിൽ അവർ വളരെ കുറവാണ്. പക്ഷേ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ ശബ്ദം ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കും. മറുഭാഗത്ത് ഒരുപാട് എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ ഒരാളെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും കേരളം തിരിച്ചറിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്.